എനിക്കെതിരെ എല്ലാരും പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. എന്നോട് ഓപ്പോസിറ്റ് വരാത്ത ആരാ ഉണ്ടായിരുന്നു അവിടെ? അങ്ങനെ ഏറ്റവും കൂടുതൽ എല്ലാരും സ്ട്രോങ് ആയിട്ട് തന്നെ എല്ലാരും ഉണ്ടായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ അവിടെ ഫൈറ്റ് ഉണ്ടാക്കിയ ഒരാളായിരുന്നു ഗബ്രി. പക്ഷെ എനിക്ക് തോന്നി ഞാനിപ്പോ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന എല്ലാ ഗേൾസിനെ കമ്പയർ ചെയ്യുമ്പോൾ ലീസ്റ്റ് ഒരുങ്ങിയ ആള് ഞാനായിരിക്കും. പിന്നെ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടാവുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ മാത്രമാണ്. ഓരോ ആഴ്ച എനിക്ക് ഓരോ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അവിടെ ആകെ 14 ആഴ്ച ഉണ്ടായല്ലോ, അതിൽ മോർ ദാൻ 7 ടൈംസ് 8 ടൈംസ് എനിക്ക് ഫസ്റ്റ് കിട്ടി. ഇത് പോരെ. പിന്നെ ഞാനത് എനിക്കിത് കിട്ടി പറഞ്ഞ് നടക്കുന്നില്ല. എനിക്കൊരു PR വർക്കും പുറത്ത് എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് എന്ന് പുറമെ പിന്നെയും കാണിക്കാൻ പുറത്തെ ആളുകളില്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് എനിക്ക് ഇതിനെ പറ്റി ഓൾറെഡി അറിയെങ്കിൽ ഞാൻ എന്തായാലും PR ചെയ്യുന്ന വലിയ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഞാൻ എന്ത് കാര്യം ചെയ്യുന്നതും ഞാൻ ഓവർ ഒരാളെ നെഗറ്റീവ് രീതിയിൽ ജഡ്ജ് ചെയ്യില്ല. ബിക്കോസ് ഞാൻ നെഗറ്റീവ് രീതിയിൽ ജഡ്ജ് ചെയ്താൽ എനിക്ക് നെഗറ്റീവ്സ് വരും. ബിഗ് ബോസ് വീട്ടിൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ? ബാത്റൂം സൈഡ്. ചെറുപ്പം മുതലുള്ള ശീല ബാത്റൂമിൽ പോയിട്ട് എന്റെ ഇമോഷൻസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ശ്രീധുവിനോട് ഡയറക്റ്റ് ചോദിച്ചു, നീ ഇത്ര സംസാരിക്കുന്ന ആളായിട്ട് എന്തുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നില്ല, എന്തുകൊണ്ട് അഭിപ്രായങ്ങൾ പറയുന്നില്ല? എനിക്ക് ഭയങ്കര സ്ട്രേഞ്ച് ആയി തോന്നി. അവിടെ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിച്ച ആള് ഞാനാ. ജിൻഡോ ചേട്ടൻ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ കഴിക്കലുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിച്ചത് ജിൻഡോ ചേട്ടൻ. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. മറ്റൊരാളുടെ കൂട്ടുപിടിച്ച് സ്വന്തം സ്ഥാനം മുകളിലേക്ക് ഉയർത്തിയ മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു. മറ്റൊരാളുടെ കൂട്ടുപിടിച്ച് സ്വന്തം സ്ഥാനം ഉയർത്തിയിരുന്ന മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു. സ്വന്തം സ്ഥാനം മീൻസ് അതിൽ ഞാനുണ്ടോ അതോ? അല്ല, അങ്ങനെ ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കണേ. അവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരാളെ കൂടി കുറിച്ച് കോംബോ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. നിങ്ങളൊക്കെ കണ്ടാ തന്നെ ഞാനും കണ്ടിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് നോറയുടെ എങ്ങനെയാണെന്നുള്ള രീതിയിലേക്കാണ്. നോറ കണ്ടതും നോറ വിലയിരുത്തുന്നത് മാത്രമാണ് ചോദിക്കുന്നത്. ഞാൻ വിലയിരുത്തുന്നതും പുറത്ത് ഇറങ്ങിയ ശേഷം കൂടുതലായിട്ട് എനിക്ക് ഇതിങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങൾ എല്ലാവരും കണ്ടത് എന്താണോ അതൊക്കെ തന്നെ ഞാനും കണ്ടിട്ടുള്ളത്. അല്ലാതെ എനിക്ക് അതിനെ പറ്റി വിലയിരുത്താനോ ഇതാക്കാനോ ഇപ്പൊ എനിക്ക് താല്പര്യമില്ല. ബിക്കോസ് ബിഗ് ബോസ് കഴിഞ്ഞ ഒരു ചാപ്റ്ററിനെ പിന്നെയും എനിക്ക് ബുക്ക് ഇങ്ങനെ ബാക്കോട്ട് മറിച്ച് നോക്കി വായിക്കുന്നത് തീരെ ഇഷ്ടമല്ലാത്ത. എനിക്ക് മുന്നോട്ട് പോകാനാ താല്പര്യമുള്ളത്. സോ പിന്നെയും ബാക്കോട്ടേക്ക്. പക്ഷെ നമ്മൾ വന്നിരിക്കുമ്പോൾ ഒരു ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ കഴിഞ്ഞു വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്റർവ്യൂവിൽ വന്നിരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹം ഈ ഷോനെ പറ്റിയും അല്ലെങ്കിൽ സഹമത്സരാർത്ഥികളെ പറ്റി തന്നെയായിരിക്കും അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും ചോദിക്കേണ്ടത് അത് തന്നെയല്ലേ. ഇപ്പൊ നോറ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞിട്ട് നോറയുടെ ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാതിരുന്നിട്ടില്ല. പക്ഷെ സെയിം കാര്യം വളച്ചും തിരിച്ചും ചോദിക്കുന്ന സമയത്ത് എനിക്കത് ഭയങ്കര ഇത് ചോദ്യങ്ങളല്ല, പറയാതെ വയ്യാന്ന് പറയുന്നത് ചില സ്റ്റേറ്റ്മെന്റ്സ് പറയും. അതായത് ഇപ്പൊ ചോദിച്ച ഈ ഒരു കോംബോ തിങ്ങിന്റെ കാര്യത്തിൽ മാത്രമേ ഞാൻ അത് പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾ ചോദിച്ച ഒരു ക്വസ്റ്റ്യനും ഞാൻ ഇത് ബിക്കോസ് കോംബോന്റെ ഒരു ക്ലാരിറ്റി അവര് തരേണ്ട കാര്യം. അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. അത് അന്നും ഇന്നും ഞാൻ പറഞ്ഞ എനിക്ക് ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ്. അത് നിങ്ങൾ ആ വ്യക്തികളോട് ചോദിക്കുക എന്താന്നുള്ളത്, എന്നോടല്ല ചോദിക്കുക. അത്തരത്തിൽ വേറൊരാളുടെ അഭിപ്രായം പറയാൻ തയ്യാറല്ല, ഇല്ല, ഇഷ്ടവുമില്ല എന്നുള്ള രീതിയിലേക്ക്. ഓക്കെ, സോ ആര് കപ്പടിച്ചാലും ഒരു സ്പെസിഫിക് കണ്ടന്റ് ബിഗ് ബോസ് വിന്നർ ആകുമെന്ന് നോറ ആഗ്രഹിച്ചിരുന്നു. ആര് കപ്പ് അടിച്ചാലും പ്രത്യേകമായിട്ടൊരാള് ബിഗ് ബോസ് അതിൽ വിന്നർ ആകുമെന്ന് ആകരുതെന്ന് നോറ ആഗ്രഹിച്ചിരുന്നു. ആരെടുത്താലും കുഴപ്പമില്ല, പക്ഷെ ഈ ഒരാള് പ്രത്യേകമായിട്ട് ആവരുത്. അങ്ങനെ ഞാൻ എവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ആൻഡ് അസി റോക്കി എന്ന മത്സരാർത്ഥി ഷോയിൽ നിന്ന് ഔട്ടായപ്പോൾ നോറ സങ്കടം പ്രകടിപ്പിച്ചതിന്റെ കാരണം അതിന്റെ റീസൺ എന്താ വെച്ചാല് ആ ആളുണ്ടല്ലോ ഡേ ടൈമിലൊക്കെ ഭയങ്കര ഗൗരവത്തിൽ സംസാരിച്ച് നൈറ്റ് ആവുന്ന സമയത്ത് ആ ആള് ഭയങ്കര പാവമായിട്ട് വീട്ടിലത്തെ കാര്യം അതും ഇതൊക്കെ പറയുമ്പോ എനിക്ക് രാവിലെ കാണിക്കുന്ന മാസം ഒന്നല്ല, ആള് ഭയങ്കര ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഈ രാവിലെ കാണിക്കുന്ന അടിപിടി ഒന്നും അല്ല ആള്, ഇത്രേ ഉള്ളൂ എന്ന് എനിക്ക് എന്റെ അടുത്ത് വന്നിട്ട് പലപ്പോഴും ആള് പറയലുണ്ടായിരുന്നു. നീ മനസ്സുകൊണ്ട് ഇങ്ങനെ തീരുമാനങ്ങൾ എടുക്കല്ലേ, ബുദ്ധി ഉപയോഗിച്ച് കളിക്കുന്ന എന്നോട് ഞാൻ വന്ന ആ ഒരു 1-2 ആഴ്ചയിൽ എന്നോട് പറഞ്ഞതായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയിട്ടുണ്ട് ആളാണൊക്കെ മനസ്സിലേക്ക് എടുക്കുന്നത്, ആള് ബുദ്ധി ഉപയോഗിച്ച് ഇതാക്കാതെ എല്ലാം മനസ്സിലേക്ക് എടുത്ത് മനസ്സിന്ന് തീരുമാനങ്ങൾ എടുത്ത എനിക്ക് തോന്നിയ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള ഒരാളെന്ന് തോന്നിയിട്ടുണ്ട്. അതിനെപ്പറ്റി അവിടുന്ന് തന്നെ പറഞ്ഞ കാര്യമാണ് ഇതിനെപ്പറ്റി ഇനി ഒരു ഡിസ്കഷൻ പാടില്ലാന്ന്. സോ അത് കഴിഞ്ഞ കാര്യമാണ്. അത് കഴിഞ്ഞിട്ട് റോക്കിയായിട്ട് സംസാരിച്ചിരുന്നോ? ഇല്ല.
മറ്റു കണ്ടസ്റ്റൻസ് ആയിട്ട് കോണ്ടാക്ട് ചെയ്തിരുന്നോ? ഇല്ല, ഞാനായിട്ട് ആരെയും കോണ്ടാക്ട് വെച്ചിട്ടില്ല. പലരും ഇങ്ങോട്ട് വിളിക്കുന്ന സമയത്തും കാണുന്ന സമയത്തും സംസാരിക്കുന്ന എന്താക്കുന്നത്, ഞാൻ എന്റെ ഫാമിലിയിലും എന്റെ ചെക്കന്റെ കൂടെ സൂപ്പർ ബിസിയാണ്. പലപ്പോഴും ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പല പ്രോഗ്രാംസ് എന്നുള്ള രീതിയിലേക്ക് ഇപ്പോൾ അപ്സരയുടെ ആയാലും ബർത്ത്ഡേ പ്രോഗ്രാം ആണെങ്കിൽ കണ്ടു, പിന്നെ സിബി വെച്ച് പൂൾ പാർട്ടി എന്നുള്ള രീതിയിലേക്കൊക്കെ ഈ അപ്ഡേറ്റ്സ് ആണ്. അപ്പൊ നോറയുടെ പ്രസൻസ് എന്നുള്ള രീതിയിലേക്ക് ഇവിടെ കണ്ടില്ല. ഐ മീൻ ഞാൻ പൊതുവേ ഫംഗ്ഷൻസിന് ഞാൻ വരൂലെന്ന് ഞാൻ അവിടുന്നും ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറഞ്ഞ ഒരാളാണ്. എനിക്ക് തോന്നുന്നു വെരി റെയർ ആയിട്ട് ഞാൻ എന്തെങ്കിലും ഞാൻ തീരെ ഫംഗ്ഷനിൽ വെരി റെയർ, അതായത് ഒരു വർഷത്തിൽ 1 or 2 ഒരു പ്രോഗ്രാമിന് പോയാൽ തന്നെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എന്നല്ലാതെ ഞാൻ അവിടെ ഇങ്ങനെ ഒരു കൂട്ടത്തിൽ അധിക ടൈം എന്താ പറയാ ഒരു കംഫർട്ട് സോൺ ഇല്ലാതെ സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. ബിഗ് ബോസ് പോലത്തെ ഒരു ഷോ ശരി എന്റെ ഒരു ലൈഫിന്റെ പാർട്ട് കൂടിയാന്ന് പറഞ്ഞ ആൾക്ക് ശരിക്കും അവിടുത്തെ കണ്ടസ്റ്റൻസ് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പോലെ ആയിരിക്കും അല്ലെ. ഇത് കഴിഞ്ഞിറങ്ങുമ്പോൾ ശരിക്കും ഒരു മീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ലൈഫിന്റെ പാർട്ടായിട്ട് ഇവർ കൂടെ ഉണ്ടാവണം, അങ്ങനെ തോന്നാറില്ല? അപ്പോ എനിക്ക് എപ്പോഴും അവിടെ ഉണ്ടായിരുന്നത് ഗെയിം ആയിരുന്നു. അവിടെ റിലേഷൻസോ കാര്യങ്ങളോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അവിടെ ഞാൻ ഗെയിം കളിച്ചു തിരിച്ചിറങ്ങി. അത് അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നെ റീ എൻട്രിക്ക് പോയ ശേഷമാണ് ഞാൻ പിന്നെയും അവരെല്ലാവരായിട്ടും ഒന്ന് സംസാരിച്ചതാക്കി അറ്റാച്ച്ഡ് ആയിട്ട് സംസാരിക്കുന്നത്. ബിക്കോസ് ഞാൻ അവിടെ അറ്റാച്ച്മെന്റ്സ് ഉണ്ടാക്കിയാൽ അത് എനിക്കും ഹേർട്ടാവും അവർക്കും ഹേർട്ടാവും. ഞാൻ അവിടെ എന്റെ സംസാരം കാരണം ഒരാളും ഇമോഷണലി ഹേർട്ട് ആയിട്ടില്ല. അത് ഞാൻ അങ്ങനെ നോക്കി കളിച്ചതുകൊണ്ടാണ്. അത് എനിക്ക് ഭയങ്കര ഹാർഡ് ആയിരുന്നു, ബട്ട് ഞാൻ അത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഉള്ള ഒരു കാര്യം എന്താ വെച്ചാല് അവര് വിളിക്കുന്ന സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ അവരോട് മറുപടി പറയാതിരിക്കുക, അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ ഇന്നാണെങ്കിൽ പോലും ഞാനിപ്പോ ഏഷ്യാനെറ്റിന്റെ അടുത്ത പ്രോഗ്രാമിൽ പോയി അവരൊക്കെ കാണുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അത് മതി. ലൈക്ക് ഒന്നും ഓവറായിട്ട് ഇതാക്കുന്നില്ല എന്നുള്ളൂ. ഒരു ഹെൽത്തി കോൺവെർസേഷൻ ഞാൻ അന്നും ഇന്നും എല്ലാരും കൂടെ. അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച ആൾ മോൺസ്റ്റർ പരിവേഷണം കേട്ടിട്ടുണ്ട്. സീസൺ 6 ജാൻസി റാണി എന്ന് വരെ പറയുന്നുണ്ട് അല്ലേ? ഞാൻ അതൊന്നും കേട്ടിട്ടില്ല. അങ്ങനെ ഉള്ള കമന്റുകൾ സംഭവങ്ങൾ വരുന്നു. ഒറ്റയ്ക്ക് നിന്ന് പറയണു, ഗെയിമറായിട്ട് നിന്നുള്ള രീതിയിലേക്ക് ഒറ്റയ്ക്ക് നിൽക്കാന്ന് പറഞ്ഞ ഒരാൾക്ക് ഈ പുറത്ത് വരുന്ന സമയത്ത് എവിടേക്ക് ഉള്ളിൽ തോന്നിയിട്ടുണ്ടാവും ഇവരായിട്ട് കുറെ കൂടെ അറ്റാച്ച്ഡ് ആവണം, പക്ഷെ എവിടേക്ക് ഹേർട്ട് ആവുന്നുള്ള തോന്നലില് ഒറ്റയ്ക്ക് നിൽക്കുക. ഈ പുറത്ത് വരുമ്പോ അത്തരത്തിലുള്ളവരുടെ സൗഹൃദം പിന്നീട് പുതുക്കാനോ അല്ലെങ്കിൽ ഒരു കോണ്ടാക്ടിനോ അത്തരം തോന്നലുകൾ വരില്ലേ? അങ്ങനെ വന്ന ഒരാളായിരുന്നു. എനിക്ക് തോന്നുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ അവിടെ ഫൈറ്റ് ഉണ്ടാക്കിയ ഒരാളായിരുന്നു ഗബ്രി. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനിപ്പോ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ലൈക് കോണ്ടാക്ട്, അതായത് എനിക്ക് തോന്നുന്നു അത് പലരും, അതായത് ഡേ 4 എന്റെയും ഗബ്രിന്റെയും ഫൈറ്റും, പിന്നെ ഡേ 94 ഞാനും ഗബ്രി അവിടെ എന്താ പറയാ ചിപ്സ് ഒക്കെ കഴിച്ച് സംസാരിച്ചിരിക്കുന്നതും, അങ്ങനെ ഈവൻ ഓഡിയൻസും എടുത്ത് കണ്ടിട്ടുണ്ട്. ലൈക്ക് അവർക്കും മനസ്സിലായിട്ടുണ്ട് അവിടെ ഗെയിം കളിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് ഡസന്റ് മീൻസ് ലൈഫ് ലോങ് നമ്മൾ ആ രീതിയിൽ തന്നെ അവരെ കാണണം, അപ്രോച്ച് ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. അതവിടെ കഴിഞ്ഞു, ഫുൾ സ്റ്റോപ്പ്, അത്രേ ഉള്ളൂ. യെസ്. സോ അടുത്ത സ്റ്റേറ്റ്മെന്റ് പോവാണ്. ചാനലിന്റെയും ഷോ മേക്കേഴ്സിന്റെയും ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു നോർ എന്ന തരത്തിലുള്ള വാർത്തകൾ കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? അങ്ങനെ വാർത്തകൾ ഞാൻ കേട്ടിട്ടൊന്നുമില്ല, പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നുള്ളത് അവരെന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, അവരെന്നോട് പറഞ്ഞു ഞാൻ ഭയങ്കര എന്താ പറയാ ജെന്യുവിൻ ആയിട്ട് നിന്നെന്ന് അവരെന്നോട് പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അവര് പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഭയങ്കര ക്യൂട്ട്നെസ് കൊണ്ടാണ് 91 ദിവസങ്ങൾ പിടിച്ചു നിന്ന തരത്തിൽ സംസാരിച്ചവരോട്. ഞാനോ അവിടെ ഒരുങ്ങി നടക്കാത്ത ഒരാള് ഞാനായിരിക്കും. ബിക്കോസ് ഞാൻ കുളിച്ചു കഴിഞ്ഞാൽ പോലും ഞാൻ പിന്നെ എന്ത് ചെയ്യാനില്ല, ലൈക്ക് കറക്റ്റ് ആയിട്ട് എന്താ പറയാ പുറത്ത് ഞാൻ എങ്ങനെയാണോ നടക്കുന്നത് ആ രീതിയിൽ പോലും ഞാൻ ഒരുങ്ങി ഞാൻ അവിടെ നടന്നിട്ടില്ല. ഈവൻ ഞാൻ ഇപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടുന്ന ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ എനിക്ക് കിട്ടുന്ന കമന്റ് ഇതുപോലെ എന്തുകൊണ്ടാണ് നോർ ആദ്യം ഒരുങ്ങി നടക്കാഞ്ഞതെന്നാണ്. ഞാൻ അവിടെ ഗെയിമിൽ എന്താണ് ഈ നെക്സ്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ അത്ര ഗെയിമിൽ ഇൻവോൾവ് ആയിരുന്നു. ഞാൻ എല്ലാ ഗേൾസിനെ കമ്പയർ ചെയ്യുമ്പോൾ ലീസ്റ്റ് ഒരുങ്ങിയ ആള് ഞാനായിരിക്കും. പിന്നെ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടാവുന്നത് വീക്കെൻഡ് എപ്പിസോഡിൽ മാത്രമാണ്. അങ്ങനെ ആരെങ്കിലും അവിടെ ക്യൂട്ട്നെസ് കൊണ്ട് പിടിച്ചു നിന്നു തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നാൻ പറ്റില്ലല്ലോ, ബിക്കോസ് ഞാൻ അവിടെ എന്താ പറയാ എനിക്ക് എല്ലാരും ഒരുപോലെ ഒരുങ്ങി നിൽക്കുന്ന മാതിരി എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ വീക്കെൻഡിൽ മാത്രമേ, അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമായി. ബട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ എപ്പോഴും ഒരുങ്ങി നിൽക്കുന്ന നല്ലൊരു കാര്യമാണ്. അത് മോശമായിട്ടുള്ള കാര്യം എന്നല്ല, അത് നല്ലൊരു, അല്ല ഞാനും പറയാണ്. ഇനിയിപ്പോ ക്യൂട്ട്നെസ് അങ്ങനെ രീതിയിൽ പുറത്ത് കമന്റ് വരുന്നുണ്ടെങ്കിൽ പോലും ഒരാള് കംപ്ലീറ്റ്ലി ഒരുങ്ങി നിൽക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഫിസിക്കൽ ഗെയിമിൽ ശോഭിക്കാൻ ഉറക്കി കഴിഞ്ഞിട്ടില്ല അതെങ്ങനെ നിങ്ങൾ പറയാം എന്ന് തോന്നുന്നുണ്ടോ? അതാണ് ഇപ്പോഴും നേരത്തെ പറഞ്ഞ കറക്റ്റ് ആയില്ലേ? കംപ്ലീറ്റ് ചെയ്യണേക്കാൾ മുമ്പ് ചാടി നിൽക്കും ഇത് ഇങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട്. അല്ല
ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഫിസിക്കൽ ഗെയിമിൽ തീരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പറയുകയാണെങ്കിൽ. എനിക്ക് അവിടെ ഒരു കുറെ ഗെയിംസിൽ ഫസ്റ്റ് കിട്ടിയ ടീം ഗെയിം ആണെങ്കിലും ഇൻഡിവിജ്വൽ ഗെയിമിനാണെങ്കിൽ ഒരുപാട് തവണ ഫസ്റ്റ് പ്രൈസസ് കിട്ടിയത് ഈ ഫിനാലയിലുള്ള എന്താ പറയാ ആ ഒരു ടാസ്കിൽ മാത്രമല്ല, മറ്റേ അതിന്റെ മാത്രമല്ല, അതിന് മുമ്പാണെങ്കിലും എനിക്കൊരു ലോക്കറ്റ് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ടീം പ്ലേയിൽ പിന്നെ കളിച്ചിട്ടാണെങ്കിലും അതിൽ കുറച്ചും കൂടിയും എന്റെ എഫേർട്ട് ഇട്ടുള്ള ലാലേട്ടന്റെ സൈനുള്ള ടീഷർട്ട് കിട്ടിയത് എനിക്കായിരുന്നു. ഒറ്റയാൾ പോരാള് കിട്ടിയത് എനിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇൻഡിവിജ്വൽ ഗെയിം ഒരുപാട് നേരം ഒറ്റക്ക് നിന്നിട്ടുള്ള ആ ഗെയിമിൽ ഫസ്റ്റ് കിട്ടിയത് എനിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉള്ള വേറെ എന്താ പറയാ ഏറ്റവും ലാസ്റ്റ് ടാസ്ക് നോക്കുകയാണെങ്കിൽ അത് ഓരോ ആഴ്ച എനിക്ക് ഓരോ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്. അവിടെ ആകെ 14 ആഴ്ച ഉണ്ടായല്ലോ, അതിൽ മോർ ദാൻ 7 ടൈംസ് 8 ടൈംസ് എനിക്ക് ഫസ്റ്റ് കിട്ടി. ഇത് പോരെ. പിന്നെ ഞാനത് എനിക്കിത് കിട്ടി പറഞ്ഞ് നടക്കുന്നില്ല. അതുകൊണ്ട് അത് പിന്നെ ഞാൻ പറഞ്ഞേ, എനിക്കൊരു PR വർക്കും പുറത്ത് എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് എന്ന് പുറമെ പിന്നെയും കാണിക്കാൻ പുറത്തെ ആളുകളില്ലാതെ പോയി എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് എനിക്ക് ഇതിനെ പറ്റി ഓൾറെഡി അറിയെങ്കിൽ ഞാൻ എന്തായാലും PR ചെയ്യുന്ന വലിയ തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുറ്റായിട്ടുള്ള കാര്യമൊന്നുമല്ല. ചെയ്യാൻ പറ്റുന്നവർ ചെയ്യട്ടെ, അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ബിഗ് ബോസ് വീട്ടിൽ ചിലരോട് സൗഹൃദം കൂടിയത് സ്വന്തം ജീവിതത്തിൽ നിന്ന് പിൻവലിക്കേണ്ട ഒരു കാര്യമായി തോന്നുന്നു. ഉണ്ടോ? ബിഗ് ബോസ് ഹൗസിനടുത്ത് ആരുടെയെങ്കിലുമായിട്ടുള്ള സൗഹൃദം പിന്നീട് പിൻവലിക്കേണ്ടതായിരുന്നു തോന്നിയിട്ടുണ്ടോ? ഒന്നാമത്തെ കാര്യം, അവിടെ ഞാൻ നിന്നെ ഫ്രണ്ട് ആയിട്ട് കാണുന്ന ആ രീതിയിലല്ല, ഒരു ഫ്രണ്ട്ലി കൺസിഡറേഷൻ എനിക്കുണ്ട് എന്ന് പറയുന്നല്ലാതെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം കുറച്ചും കൂടി അറിഞ്ഞിട്ട് ഞാൻ ഒരാളെ ഫ്രണ്ട് ആക്കുമെന്ന് അവിടെ ഞാൻ ഒന്ന് കണക്റ്റഡ് ആയി സംസാരിച്ച 2 ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അവിടെ ഞാനൊരു ഫ്രണ്ട്ഷിപ്പ് കാര്യം ആ രീതിയിൽ മുന്നോട്ട് പോയിട്ടില്ല. ഇല്ല. അഭിഷേക് ശ്രീകുമാറിന്റെ ടിക്കറ്റ് ഫിനാലെ വിജയമാണ് ഒരു തരത്തിൽ നോറയ്ക്ക് പണിയായത്. അതെന്തിനെ? നന്നായി കളിച്ച ഓനക്ക് നല്ലത് ഉണ്ട്. അവൻ നന്നായി കളിച്ചാൽ അവനക്ക് നല്ലത്. അതെങ്ങനെ ഇന്നെ ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിൽ നിന്നുള്ള രീതിയിലേക്ക് ഇപ്പോ ഇല്ല. അതെങ്ങനെ എന്നെ ബാധിക്കും? അത്തരത്തിലൊരു 5 പേരെന്നുള്ള രീതിയിലേക്ക് പൊസിഷൻ നേടിയെടുത്ത സമയത്ത് ഇല്ല. അവൻ ഞാൻ പറഞ്ഞില്ലേ, ടാസ്ക് ഒക്കെ നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ് അഭിഷേക്. അത് അവൻ നോറയും അത്തരത്തിൽ കളിക്കുന്ന ഒരാളാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞു അല്ലെ, ഫിസിക്കൽ ഗെയിമിൽ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ ഇത്തരത്തിൽ വന്നതിൽ അല്ലെ 7ഓളം വിൻ ചെയ്ത ഒരാളാണെന്ന രീതിയിലേക്ക്. സോ എവിടെ ഒരു ടിക്കറ്റ് ഫിനാലെ വന്ന സമയത്ത് എവിടെയാ നോറയ്ക്ക് അത് അത് ടിക്കറ്റ് ഫിനാലേനാണെങ്കിലും അതില് ഇപ്പൊ അതായത് എനിക്ക് ഓരോ സെക്കൻഡുകളിലാണ് പല ഗെയിംസും ഫെയിൽ ആയി പോയത്. അതായത് ബസർ അടിച്ച സമയത്ത് 4ാമത്തത് എന്റെ ഒരു ബോൾ വീണിട്ടുള്ളത്. അത് ഒരു സെക്കൻഡിലാണ് അത് പോയത്. അടുത്തതാണെങ്കിലും അതുപോലെ തന്നെ ബസർ അടിക്കുന്ന ആ സെക്കൻഡിലാണ് അടുത്ത ഒരു ഓരോരോ ടാസ്ക് എനിക്ക് സെക്കൻഡുകളിലാണ് മിസ്സായി പോയിട്ടുള്ളത്. അപ്പം എന്തോ ലക്ക് അവിടെ വർക്കായില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭാഗ്യം ശരിക്കും ഇഷ്ടമുള്ള കാര്യമാണോ? ഐ മീൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണോ? ഭാഗ്യം അനിവാര്യമാണ്. ഭാഗ്യം അനിവാര്യമാണ്. പക്ഷെ ഞാൻ പൊതുവേ ലക്ക് ഫാക്ടർ വളരെ കുറവുള്ള, ലൈഫിലെ ലക്ക് ഫാക്ടർ ഭയങ്കര കുറവുള്ള ഒരാളാണ്. ഹാർഡ് വർക്ക് ആണ് കൂടുതൽ എന്നുള്ളതല്ല, അങ്ങനെയും അല്ല. ഒരു കൂടുതലുമില്ല കുറവുമില്ല, ഒരു ഹാർട്ട് ബീറ്റ് പോലെ അപ്പ് ആൻഡ് ഡൗൺ. അങ്ങനെയാണ്. ജെന്യൂനിറ്റി ആൻഡ് എംപതി ആർ നോട്ട് റിക്വേർഡ്സ് ഇൻ ബിബി ഹൗസ് ആണോ? അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സസ് ആണ്. നോറ അത്തരത്തിൽ ഉള്ള ഒരാളായിരുന്നു. അത് BB ഹൗസിൽ നിന്നല്ല, ഞാൻ ഭയങ്കര കർമ്മ ബിലീവറാണ്. അതായത് ഞാനൊരു തെറ്റ് ചെയ്താൽ അത് ഞാൻ അനുഭവിക്കും, നിങ്ങളൊരു തെറ്റ് ചെയ്താൽ നിങ്ങളും അതിനെ അനുഭവിക്കും. ആ ഒരു മൈൻഡ് സെറ്റ് ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ. തെറ്റ് ചെയ്താൽ നിനക്കത് അനുഭവിക്കും, അങ്ങനെ ഞാൻ പറയുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഞാൻ എന്ത് കാര്യം ചെയ്യുന്നതും ഞാൻ ഓവർ ഒരാളെ നെഗറ്റീവ് രീതിയിൽ ജഡ്ജ് ചെയ്യില്ല. ബിക്കോസ് ഞാൻ നെഗറ്റീവ് രീതിയിൽ ജഡ്ജ് ചെയ്താൽ എനിക്ക് നെഗറ്റീവ്സ് വരും. അതുകൊണ്ട് ഞാൻ ടോട്ടൽ പോസിറ്റീവ്. നമുക്ക് സംസാരിക്കാനോ ബിഹേവ് ചെയ്യാനോ റിയാക്ട് ചെയ്യാനോ തോന്നുന്നത് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്നിരുന്നാലും മനസ്സുകൊണ്ട് പറയും അല്ലെ, നമ്മൾ ബ്രെയിൻ പറയുന്നതായിരിക്കും ചില മൈൻഡ് ഉണ്ടാവുക അല്ലെ, രണ്ടായി പോകുന്ന സമയങ്ങളുണ്ട്. ചില സമയങ്ങളിൽ ഈ കർമ്മ ബിലീവർ ആയതുകൊണ്ട് തന്നെ ഇതെനിക്ക് തിരിച്ചു കിട്ടുമെന്ന് തോന്നലില് റിയാക്ട് ചെയ്യാതെ പോയ സമയങ്ങളുണ്ടോ? ഇല്ല, ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് ആൻസേഴ്സ് പറയാറുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ തോക്കിക്കറി വേണ്ടിയൊക്കെ പറയാം. സ്പോണ്ടേനിയസ് ആയതുകൊണ്ടാണ്, അല്ലാതെ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഉത്തരവുകളായതുകൊണ്ട് കൂടിയുണ്ട്, ചില ചിന്തകളായതുകൊണ്ട് കൂടിയുണ്ട് അല്ലേ? അത് നിങ്ങളുടെ ആണ് വിലയിരുത്തൽ. സോ നമ്മൾ അടുത്തൊരു സെഗ്മെന്റിലോട്ട് പോവാണ്. 5 ഓക്കെ. ഐ മീൻ ഞാൻ ഒരു ചോദ്യം ചോദിക്കും, ആ ചോദ്യത്തിന് 5 ഉത്തരങ്ങൾ വേണം. 5 ഉത്തരങ്ങൾ വരണം. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. സോ ആദ്യത്തെ ചോദ്യം, ബിഗ് ബോസ് വീട്ടിൽ നോറയെ മനസ്സറിഞ്ഞു സ്നേഹിച്ചവർ? മനസ്സറിഞ്ഞ് എന്നെ സ്നേഹിച്ചത് സുരേഷ് ഏട്ടൻ. ഫസ്റ്റ് സുരേഷ് ഏട്ടന്റെ പേരാണ് അല്ലേ? സുരേഷ് ഏട്ടൻ.
ഓക്കെ ബിഗ് ബോസിന് പറയാൻ പറ്റുമെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഉണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് വരണം. ലാലേട്ടന് തോന്നിയിട്ടുണ്ട്. ലാലേട്ടൻ. എനിക്ക് സുരേഷ് ഏട്ടൻ, ബിഗ് ബോസ്, ലാലേട്ടൻ അല്ലാതെ പിന്നെ ആരാ? വേറെ ആയിരിക്കും മനസ്സിലായി. ചേട്ടന്മാര് മാത്രമേ ഉള്ളൂ, ചേച്ചിമാരാരുല്ലേ? ചേച്ചിമാര് എന്റെ അടുത്ത് അങ്ങനെ അറ്റാച്ച്മെന്റും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. പക്ഷെ നല്ല നല്ല ചേച്ചിമാരുള്ളതായിരിക്കും. ഇപ്പൊ യമുനേച്ചി, പൂജ, ഇവരൊക്കെ നൈസായി തോന്നി. പക്ഷെ എന്റെ അടുത്ത് സിങ്ക് ആയിട്ടില്ല. പക്ഷെ എനിക്ക് അവരൊക്കെ നൈസ്, ശ്രീതൊക്കെ നൈസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ വേഴ്സസ് ഇത്രയും ആളുകളായോണ്ട് ഇത്ര പേര് ഉണ്ടായി കഴിഞ്ഞിട്ടും വേറെ ഒരു മൂന്നാമതൊരു പേരിലേക്കോ അല്ലെ 2 പേരിൽ മാത്രം ചുരുക്കാനേ പറ്റുള്ളൂ. ഇത്രയും ജെന്യൂൻ ആയിട്ട് നിന്ന ഒരാൾക്ക് ഇത്രയും പേരുടെ ഇഷ്ടം പിടിച്ചു പറ്റാൻ പറ്റിയില്ല. ഒരു 5 പേരുടെ ഇഷ്ടം പിടിച്ചു പറ്റാനല്ല ഞാൻ അവിടെ ഞാൻ അവിടെ ഗെയിം കളിക്കാനാ പോയത്. ഇഷ്ടപ്പെട്ടാണെങ്കിൽ അത് ഫേവറിസത്തിൽ മുന്നോട്ട് പോകണമെന്നല്ല, എനിക്ക് ഒഴുക്കില് അങ്ങനെ ഒഴുക്കിന് എതിരെ നിന്ന ഒരാളായിരുന്നു ഞാൻ. സോ അതുകൊണ്ട് ഫസ്റ്റ് ചോദ്യത്തിൽ തന്നെ 5 ഉത്തരം പറഞ്ഞില്ലെങ്കിൽ തോറ്റു എന്നാണ്. തോൽവി അക്സെപ്റ്റ് ചെയ്ത ഒരാളാണ്. തോൽവി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എങ്കിൽ പോലും ഒരു 3 പേരോടെ ആഡ് ഓൺ ചെയ്യാൻ പറ്റില്ല. ആരുമില്ല, 2 പേരിൽ നിൽക്കുന്നുള്ളൂ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ, ബിഗ് ബോസ് വീട്ടിൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ? ബാത്റൂം സൈഡ്, പിന്നെ മെയിൻ ഡോറ്, പിന്നെ നമ്മളെ ലിവിങ് ഏരിയ, കിച്ചൺ, പിന്നെ അത് കൂടാതെ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഇത് പവർ റൂമിൽ കണ്ണാടിന്റെ മുന്നില്. ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കാര്യം എന്താ? വാഷ്റൂം ഒക്കെ എന്താ ആരും കാണാതെ കരയാൻ പറ്റും എന്നുള്ളതുകൊണ്ടാണോ? ചെറുപ്പം മുതലുള്ള ശീല ബാത്റൂമിൽ പോയിട്ട് എന്റെ ഇമോഷൻസ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ കരയാനല്ല, ഞാൻ അവിടെ എന്റെ സന്തോഷങ്ങൾ, ഇപ്പൊ ഞാൻ നോമിനേഷനിൽ എന്താ പറയാ എവിക്റ്റ് ആവാതെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഓടിപ്പോയേ ഞാൻ നോമിനേഷൻ പോയിട്ടില്ലേ പറഞ്ഞിട്ട് ഞാൻ എന്റെ സന്തോഷം, സങ്കടവും, പിന്നെ എന്റെ ഡൗട്ട്, പിന്നെ എനിക്ക് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് എപ്പോഴും ബാത്റൂമിലാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴും അത് അങ്ങനെ ചുട്ടയിലെ ശീലം ചുടല വരെ പറഞ്ഞ മാതിരി ഞാൻ അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ ഡേ ബൈ ഡേ അവിടുന്നും അത് മാറിയിട്ട് ഞാൻ എന്താ പറയാ മറ്റേ പ്രധാനവാദിലില്ലേ അവിടെ ആയി മാറി. അപ്പൊ എനിക്കതൊരു മാറ്റമായിട്ടൊക്കെ തോന്നി. ഭയങ്കര കൂടുതലാണല്ലേ അവനോട് സംസാരിക്കുന്ന ഒരു സമയം കാര്യങ്ങളൊക്കെ കേട്ടിരിക്കുന്ന ഒരു ടൈം കൂടുതലാണോ? അങ്ങനെയല്ല, ബട്ട് അവിടെ ഒരു ഗെയിമിന്റെ പാർട്ടാണ് ഞാൻ. അതായത് എപ്പോഴും ഒറ്റക്ക് നിൽക്കുന്ന ആളൊന്നല്ല ഞാൻ. ഭയങ്കര ഡിപ്പെൻഡന്റ് പേഴ്സൺ ആണ്. എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു സാധനം വാങ്ങണമെങ്കിൽ പോലും ഞാൻ ഒന്നെങ്കിൽ എന്റെ ബ്രദേഴ്സിനെ അല്ലെങ്കിൽ എന്റെ ചെക്കനെ അല്ലെങ്കിൽ എന്റെ ഫാമിലി എല്ലാവരും ഡിപ്പെൻഡ് ചെയ്തു. ഇപ്പൊ ഒരു പെണ്ണ് വാങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ വരെ ഞാൻ മലപ്പുറത്ത് നിന്ന് ഓനെ വിളിച്ചെടുത്തിട്ട് എനിക്ക് പെണ്ണ് വാങ്ങാൻ പോകണം എന്ന് പറഞ്ഞു. ലൈക്ക് അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫസ്റ്റ് ഡേയ്സ് ഇറ്റ് വാസ് വെരി ഹാർഡ്, ഭയങ്കര ഹാർഡ് ആയിരുന്നു. ഷോയിലോ അവിടെയോ? അവിടെ സേഫ് സോൺ പിടിച്ചത് ആരൊക്കെയാ? പെട്ടെന്ന് പോരട്ടെ. ഇല്ല, സേഫ് ആയിട്ട് നിന്ന് കളിച്ചത് തുടക്കം തൊട്ട് തന്നെ പറയാൻ വേണമെങ്കിൽ, അവസാനത്തോട്ട് ചിന്തിക്കണമെന്നില്ല, തുടക്കം തൊട്ട് തന്നെ വേണമെങ്കിൽ പറയാം. സേഫ് സോൺ പിടിച്ച ഒരു 5 പേര്. അല്ല, സേഫ് സോണ് പിടിച്ചത് എനിക്ക് തോന്നുന്നു ശ്രീധുവിനെ മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കിയുള്ള ആരും അത്ര സേഫ് സോൺ പിടിച്ചത് ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ആളുകൾ ഇറങ്ങി കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ സേഫ് ആകെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും ഈ സേഫ് സോൺ പിടിച്ചുകൊണ്ട് തന്നെയാണ് അത്രയും ദിവസം നിന്നതെന്ന് തോന്നുന്നുണ്ടോ ശ്രീധു? അല്ലല്ല, അതുകൊണ്ടല്ല. ചിലപ്പോൾ ആളുകൾക്ക് അവളെ പേഴ്സണാലിറ്റി, ചിലവർക്ക് വ്യക്തികളെ ഇഷ്ടപ്പെടല്ലോ, അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് ചിലപ്പം. കാരണം ആൾ ഓൾറെഡി ഇങ്ങനെ ഈ ഒരു ഫീൽഡിൽ, സീരിയൽ ഫീൽഡിലാണ് ഓൾറെഡി 3 ആളുകൾക്ക് അറിയുന്നല്ലേ. അങ്ങനെ ആ ഒരു വ്യക്തിനെ ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും. യെസ്. സോ റിയൽ എലിജിബിൾ പൊസിഷനിൽ എത്തുന്നതിന് മുൻപേ പുറത്തായി ആരൊക്കെ? ഞാൻ മാത്രം, വേറെ ആരുമില്ല. എനിക്ക് ഞാൻ മാത്രം. ഓക്കെ, 1 കൊടുത്തു, ബാക്കി 4 പേര്. അങ്ങനെയൊക്കെ നോക്കണെങ്കിൽ ഇപ്പൊ പറഞ്ഞില്ലേ, ഇപ്പൊ അർജുന ഉണ്ട്, ജാസ്മിൻ ഉണ്ട്, പിന്നെ എനിക്ക് തോന്നുന്നു ഗബ്രി വാസ് എ ഗുഡ് ഗെയിമർ. ഗബ്രി നല്ലൊരു ഗെയിമർ ആയിരുന്നു. പിന്നെ അൻസിത അറ്റ് സം പോയിന്റ് എവിടേക്കോ ലൂപ്പ് പെട്ടുപോയ മാതിരി, എനിക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടും ലൂപ്പ് പെട്ട മാതിരി എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. 5ആയോ? അല്ല, വേണ്ട, നോ താങ്ക്സ്. ഷോയിൽ നോറയ്ക്കെതിരെ പ്രവർത്തിച്ചവർ? എനിക്കെതിരെ എല്ലാരും പ്രവർത്തിച്ചിട്ടില്ല. എന്നോട് ഓപ്പോസിറ്റ് വരാത്ത ആരാ ഉണ്ടായിരുന്നു അവിടെ? അങ്ങനെ ഏറ്റവും കൂടുതൽ എല്ലാരും സ്ട്രോങ് ആയിട്ട് തന്നെ എല്ലാരും ഉണ്ടായിരുന്നു. ചില ഉത്തരങ്ങൾക്ക് 5 ഇല്ലെങ്കിലും ചില ഉത്തരങ്ങൾക്ക് അല്ലെ അത് 19 ഉണ്ട്. ഓക്കെ. ഷോയിൽ അൺഫെയർ ആയി തോന്നിയ കാര്യങ്ങൾ? എനിക്ക് ഷോയിൽ ഒരു കാര്യം അൺഫെയർ ആയിട്ട് തോന്നുക അങ്ങനെ ഇല്ലല്ലോ.
ഷോനെ പരിശോധിക്കുകയാണെങ്കിൽ ആ ഷോയിൽ വന്നിട്ടുള്ള എന്തെങ്കിലും ടാസ്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പാറ്റേൺ രീതികളോ അവരുടേതായിട്ടുള്ള ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ എനിക്ക് ഷോന്റെ ഒരു കാര്യം അൺഫെയർ ആയി തോന്നിയില്ല. ഷോ വാസ് സോ ഫെയർ ടു മീ. എനിക്ക് ഭയങ്കര ഫെയർ ആയിട്ട് ഞാൻ കാണുന്ന സമയത്ത് അത്രയും ഫെയർ ആയി അതായത് അതിൽ ഏറ്റവും വലിയ ഫെയർ എന്ന് പറഞ്ഞ കാര്യം തന്നെ അവരിഷ്ടപ്പെടുന്ന ആൾക്കാരല്ല അവർക്ക് നിർത്താൻ പറ്റുന്നത്. ജനങ്ങൾ പിടിച്ച് പുറത്താക്കുകയാണെങ്കിൽ അവർ പോയി. പലപ്പോഴും എന്നുള്ള രീതിയിലേക്ക് ഇറങ്ങിയ കണ്ടസ്റ്റന്റ് ആണ് മുൻ മത്സരാർത്ഥിലാണെങ്കിലും സീസൺ പറഞ്ഞൊരു കാര്യമായിരുന്നു. ഇപ്പൊ അവരും ഭയങ്കരമായിട്ട് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ കാര്യം പലപ്പോഴും പലരെയും എലിജിബിൾ അല്ലാത്തവരെ സേഫ് ആക്കാൻ അത് കാരണമായിട്ടുണ്ടെന്ന രീതിയിലൊക്കെ പറഞ്ഞു. അതൊരു ഗെയിം അല്ലേ? ഈ ഒരു സീസൺ വെച്ചാൽ മാറ്റി പിടിക്കുന്നതല്ലേ? മാറ്റി പിടിക്കുകയാണെങ്കിൽ അതൊരു ഗെയിം അല്ലേ? അതെങ്ങനെ മുന്നോട്ടേക്ക് അതിലുള്ള ഓരോരുത്തരെ പിടിച്ച് പുറത്താക്കിയത് അല്ലെങ്കിൽ അവിടെ അത്രയും ദിവസം 24 hours ഒരു ദിവസം ഉണ്ടായിരുന്നു. അപ്പം ബുദ്ധി ഉപയോഗിക്കുക, ഓരോരുത്തരെ ക്യാരക്ടർ പുറത്തേക്ക് ഇടുക, പിടിച്ച് പുറത്താക്കാൻ പറ്റുന്ന രീതിയിൽ ഗെയിം കളിക്കുക എന്നുള്ളതായിരുന്നു അവിടുത്തെ ഏറ്റവും. ഈവൻ എനിക്ക് തോന്നുന്നു ഈ പവർ റൂം ഉണ്ടായത് കൊണ്ട് തന്നെ പലരുടെയും ഇന്നർ ക്യാരക്ടർ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് സോ ഈസി, ഭയങ്കര ഈസി ആയിരുന്നു. പക്ഷെ അത് ഒരു പക്ഷെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും പലർക്കും ഇത് എങ്ങനെയെന്നുള്ളൊരു ഇത് വന്നിട്ടുണ്ടാവും. അടുത്തൊരു സെഗ്മെന്റിലോട്ട് പോവാണ്. ആർക്ക് കൊടുക്കും? ഓക്കെ, ചില ടൈറ്റിൽ ഒക്കെ പറയും. ആ ടൈറ്റിൽ കൊടുക്കുമ്പോ ബിഗ് ബോസ് ഹൗസിലെ ആർക്ക് കൊടുക്കും എന്നുള്ളത് അല്ലെ, വേറെ ആർക്ക് കൊടുക്കും എന്നുള്ളത് ചോദിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, യെസ്. സോ തലയണയോ? പില്ലോ അൻസിതക്ക് കൊടുക്കാം. ബിക്കോസ് മോസ്റ്റ്ലി ബെഡിലല്ലേ. ആരാ? അൻസിതക്കാണ് ഏറ്റവും കൂടുതൽ ഉറങ്ങുന്നോണ്ടാണോ? ഉറങ്ങുന്ന ആളോ? കട്ടിൽ സ്റ്റാർ എന്നൊക്കെ പദപ്രയോഗങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്, കണ്ടായിരുന്നോ? അതുകൊണ്ടാണോ തോന്നുന്നത്? ശരിക്കും ഫീൽ ചെയ്തിരുന്നു അവിടെ വന്നിട്ട് എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ എന്നുള്ള രീതിയിലേക്ക്? അല്ല, അവർക്ക് ഇങ്ങനെ ഒരുപാട് നോയ്സസ് ഒന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവർ പ്രോബ്ലംസ് മാറി നിൽക്കുന്ന ഒരാളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു എന്താ പറയാ മാറിയിരിക്കുന്നു. അപ്പൊ പിന്നെ കൂടുതൽ മാറിയിരുന്നത് ഒന്നെങ്കിൽ ബെഡിലാണ് അല്ലെങ്കിൽ കിച്ചണിലാണ്. കിച്ചൺ ഡ്യൂട്ടി ഉള്ളപ്പോഴാണല്ലോ കിച്ചണിൽ വരുന്നത്. അപ്പൊ അല്ലാതെ കൂടുതൽ ബെഡില്. മൈക്ക് ആർക്ക് കൊടുക്കും? മൈക്ക് എല്ലാരും യൂസ് ചെയ്യുന്നതല്ലേ മൈക്ക്? രണ്ട് രീതിയിലേക്ക് പറയാം. ഒന്നില്ലെങ്കിൽ ശബ്ദം കുറവുള്ളവർ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നവർ. ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ആള് വെക്കുകയാണെങ്കിൽ ഒന്ന് ഞാൻ സംസാരിക്കുന്നുണ്ട്, ജാസ്മിൻ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കൊടുക്കാം. ശബ്ദം കുറവുള്ള ഒരാൾക്ക് മൈക്ക് ആവശ്യമാണ് മറ്റുള്ളവർക്ക് എത്തിക്കാൻ, അല്ലെങ്കിൽ തീരെ സംസാരിക്കാത്ത ഒരാൾ മൈക്കെങ്കിലും കിട്ടിയിട്ടെങ്കിലും സംസാരിക്കട്ടെ എന്ന് തോന്നുകയാണെങ്കിൽ ആരായിരിക്കും? ശ്രീതുവാണ്. അവളൊന്ന് സംസാരിച്ച് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. വഴിപാടൊക്കെ നടന്നോ? എങ്ങനെ? വഴിപാടൊക്കെ നടന്നോ? ഇല്ല, അങ്ങനല്ല. അത് എനിക്ക് തോന്നിയത് എപ്പോഴാ അറിയോ, നമ്മള് ഓഡീഷനിലുള്ള സംസാരം കാണിച്ചിട്ടില്ലായിരുന്നോ അന്ന്? എത്ര അടിപൊളിയായിട്ടാണ് അവിടെ ആൻസേഴ്സ് പലതും ശ്രീതു പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ ഞാൻ ശ്രീതുവിനോട് ഡയറക്റ്റ് ചോദിച്ചു, നീ ഇത്ര സംസാരിക്കുന്ന ആളായിട്ട് എന്തുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നില്ല, എന്തുകൊണ്ട് അഭിപ്രായങ്ങൾ പറയുന്നില്ല? എനിക്ക് ഭയങ്കര സ്ട്രെയിഞ്ച് ആയി തോന്നി. അത് ഇങ്ങനെ കാണിച്ചിട്ടില്ലേ, നിങ്ങൾ എങ്ങനെയായിരുന്നു ആദ്യം എന്ന് പറഞ്ഞിട്ട് നമ്മളെ കാണിച്ചിട്ടില്ലായിരുന്നോ അന്നത്തെ അത് വെച്ച് നോക്കുമ്പോ അന്നാണ് അഭിഷേക് മറ്റേ മെഴുകുതിരിക്ക് ഊതുന്നത് കാണിച്ചില്ലായിരുന്നോ? ആ ദിവസം ശ്രീതു ആണെങ്കിൽ നന്നായി സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത്ര സംസാരിക്കാൻ അറിയുന്ന കുട്ടിയാ, പിന്നെ എന്തുകൊണ്ടാ ഇത്ര സൈലന്റ് എന്ന് ഞാൻ തോന്നിയിട്ടുണ്ട്. സ്ട്രാറ്റജി എന്തോ ആർക്കും ഏത് രീതിയിലും ചൂസ് ചെയ്യാലോ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു ബക്കറ്റ് നിറയെ ചിക്കൻ ബിരിയാണി കൂടുതൽ കഴിക്കുന്ന ആളാരാ? കൊടുക്കും ഞാൻ. എനിക്ക് ആണ് അവിടെ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിച്ച ആള് ഞാനാ. ജിൻഡോ ചേട്ടൻ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഞാൻ കഴിക്കലുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിച്ചത് വെല്ലുവിളിയായിരുന്നു. അവിടെ ഈവൻ എനിക്ക് തോന്നുന്നു ഋഷി ഫുഡ് മതിയാക്കിയാലേ അല്ലെങ്കിൽ അർജുൻ മതിയാക്കുന്ന സമയത്തായിക്കോട്ടെ, അബി ആയിക്കോട്ടെ, ഇപ്പൊ സായിന്റെ ഒക്കെ ഇനിയിപ്പൊ വേറെ ആരെങ്കിലും ഈവൻ സിജോ ചേട്ടന് വയ്യാത്തോണ്ട് പുറത്തുനിന്ന് ഫുഡ് അതും ഞാൻ അടിച്ചു മാറ്റി തന്നാറുണ്ട്. ഫുഡല്ലേ, ഫുഡ് മെയിൻ ആയിരുന്നു. ഞാൻ നല്ല കഴിക്കാറുണ്ട്. കിട്ടുന്ന ഫുഡ് വളരെ കുറവാണ്. പലരും പറഞ്ഞിട്ടുണ്ട് ഒരു കുറച്ചൊക്കെ ചിപ്സ് കിട്ടി കഴിഞ്ഞാല് ഡിവൈഡ് ചെയ്തിട്ടും പൊട്ടിച്ചിട്ട് കൊടുക്കാൻ. അത് സ്പെഷ്യൽ ഫുഡ് കിട്ടും. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഇപ്പൊ ചോറാണെങ്കിൽ ഞാൻ കുറെ ചോറ് തിന്നും. ഇപ്പൊ മുട്ടയാണെങ്കിൽ ഒരു 3-4 മുട്ട. ഇപ്പൊ തേങ്ങ ലിമിറ്റ് ഇല്ല. ഈ ലക്ഷറി ടാസ്ക് എന്നുള്ള പരിപാടികളൊക്കെ വെറുതെ ഡ്രാമയാണോ? അല്ല, ലക്ഷറിയിലുള്ള സാധനങ്ങള് ചില പേര് അത് എല്ലാവർക്കും. ഇപ്പൊ നമുക്ക് 4 ബർഗറും 19 പേരെന്ന് പറയുമ്പോൾ കുറച്ചല്ലേ കിട്ടുള്ളൂ. അങ്ങനത്തെ ഫുഡൊക്കെ ഇങ്ങനെ എടുത്ത് വലിച്ചുവാരി കഴിക്കുന്നല്ല. അല്ലാതെ ടോട്ടൽ ഫുഡ് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്ന നമുക്ക് ഇത്ര ഇഷ്ടമാണ് കഴിക്കാൻ ഇഷ്ടം തോന്നുമ്പോ എവിടെയൊക്കെ ആർക്കെയും തികഞ്ഞില്ലല്ലോ എന്ന് അങ്ങനെ ചിന്തിക്കാറില്ല. അത് തികയാതെ ഇതുവരെ വന്നിട്ടില്ലല്ലോ. ബിക്കോസ് ഞാൻ ഇപ്പോഴും പറഞ്ഞ കാര്യം എന്താണ്, ഇപ്പൊ ഋഷി ഇപ്പൊ മതിയാക്കാണെങ്കിൽ ബാക്കിയുള്ള എനിക്ക് തരാം. ലൈക്ക് അങ്ങനെ ആരാണോ മതിയാക്കുക അത് എനിക്ക് തരും, ഞാൻ കഴിക്കും. സോപ്പ് ആർക്ക് കൊടുക്കും? ജിൻഡോ ചേട്ടൻ കൊടുക്കും. എന്തുകൊണ്ടാ?
അത് ചോദിച്ചോണ്ട് ചോദിച്ചോണ്ട് കൊടുക്കുന്നു, അതിന് റീസൺ ഒന്നും അല്ല ഞാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ചാല് അങ്ങനെ എല്ലാരുടെ അടുത്തും ചെന്ന് ഇങ്ങനെ സംസാരിക്കലില്ലേ, അതുകൊണ്ട്. എന്താ പതപ്പിക്കലാണോ ഉദ്ദേശിച്ചേ? ആ ഓക്കെ. പക്ഷെ അത് ഗെയിം ആയിട്ട് ചെയ്യുന്നതായിട്ട് ഇപ്പൊ തോന്നുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇങ്ങനെ തോന്നും ഇയാൾ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന എന്ത് സ്റ്റോറീസ് ഇങ്ങനെ കുക്ക് ചെയ്ത് പോകുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. ഓക്കെ. ആൻഡ് പഞ്ചസാര സ്വീറ്റ് ആയിട്ടോ? സ്വീറ്റ് ആയിട്ട് ആരാ? അങ്ങനെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല സ്വീറ്റ് ആയിട്ട്. ഒന്നാമത്തെ അവിടെ എല്ലാരും കൂട്ടത്തില് പഞ്ചാരായിട്ടുള്ള ആരാ കുറേ സ്വീറ്റ് സംസാരിക്കുന്നതും പഞ്ചാരയായിട്ട് എല്ലാരും ഗെയിം മൈൻഡിലുള്ള ആളുകളാ കൂടുതൽ ഉണ്ടായിരുന്നെ. ഓക്കെ. പാവയ്ക്ക കയ്പുള്ളതോ? കയ്പ് അത് രണ്ട് രീതിക്ക് ആവാം. കുറച്ചുകൂടി കഴിച്ചാലും ആള് പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് നല്ല കാര്യങ്ങളായിരിക്കാം, പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ അത് കഴിക്കേണ്ടതായിട്ട് തോന്നും. എന്നെ വേണം പറഞ്ഞു സ്വയമാണ് പാവയ്ക്ക. എനിക്ക് അങ്ങനെ എനിക്ക് ചില പ്രവർത്തികളിൽ ബാക്കിയുള്ളവർക്ക് അത് മോശം കഴിക്കുന്നുള്ള കാര്യങ്ങളാണെങ്കിൽ അങ്ങനെയും പറയാം. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. വേറെ എന്താ ചോദിക്കാം? സ്വയം പാവയ്ക്കായിട്ട് ആദ്യമേ പറഞ്ഞു. അത് ഏത് അടിസ്ഥാനത്തിലായിരുന്നു? അതായത് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്നോടൊരു കാര്യം ചോദിക്കുന്ന സമയത്ത് ഞാൻ 1 വേർഡിൽ ആൻസർ പറഞ്ഞാൽ ചിലപ്പം അത് അവർ കൺഫ്യൂസ്ഡ് ആവും. ഇനിയിപ്പോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ന്യായീകരിക്കാൻ വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്യാന്ന് വിചാരിക്കും. ബട്ട് എൻഡ് ഓഫ് ദി ഡേ എന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് പലരും പിന്നീട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറിയും പറയാറുണ്ടായിരുന്നു. പക്ഷെ സോറിയും അതൊക്കെ അപ്പോളജൈസ് ഒക്കെ ഏതെങ്കിലും സൈഡിലും ഇതിലൊക്കെ അതുകൊണ്ട് പുറമേ വരാറുണ്ടാവില്ല. ബട്ട് ഏറ്റവും കൂടുതൽ അവിടെ റെഫ്രിജറേറ്റർ ആവശ്യമുള്ളത് ആർക്കായിട്ട് തോന്നിയിട്ടുള്ളത്? ഭയങ്കര ചൂടാവുന്ന ക്യാരക്ടർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചൂടായിട്ടിരിക്കുന്ന ഒരാള് ഇയാളും തണുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ആരെങ്കിലും കൊണ്ടുപോയിരുത്തുന്ന അവിടെ അൺനെസസറി ആയിട്ടോ? അങ്ങനെയുള്ള ഒരാൾ എനിക്ക് തോന്നുന്നു നമ്മള് മറ്റേ ഫിസിക്കൽ അസോൾട്ട് ആയിട്ട് പോയത് അവര് മാത്രമേ എത്ര ദേഷ്യത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അവര് പിന്നെ പോയല്ലോ. റോക്കി ബ്രോ അല്ലാതെ വേറെ അവർ അത്ര അഗ്രസീവ് ആയിട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഉള്ളത് അബിയാണ്. പക്ഷെ അബിയാണെങ്കിലും അവിടെ മിണ്ടാണ്ടിരിക്കുന്നോണ്ട്. ചൂരിലാർക്കാ ആവശ്യം തല്ലാനോ? ആർക്കാ പണിഷ്മെന്റ് കൊടുക്കണം തോന്നിയിട്ടില്ല ചൂരിൽ വെച്ചിട്ട്? ചൂരിൽ വെച്ചിട്ട് എനിക്ക് കുറെ പേരെ തോന്നിയിട്ടുണ്ട്. പക്ഷെ കുറെ പേരെ തോന്നിയിട്ടുണ്ട്, ഇങ്ങനെ സ്പെസിഫിക് ആയിട്ടും തോന്നിയിട്ടില്ല.